ട്രാവൽ വിത്ത് സെലിബ്രിറ്റീസ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ റിമി ടോമിയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ഫണ്ണി മൊമെൻറ്റ്സുകൾ, കൃഷ്ണപ്രഭയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അതുപോലെ പേളിമണി കാർ ഓടിക്കുമ്പോഴുള്ള ഒരു എന്താ പറയുക ഒരു പ്രൗഡ് മൂമെൻറ്റ്സ്, ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്തിരിക്കുന്നത് റിമി ടോമിയുടെ കൂടെയാണ്. കാരണം പലപ്പോഴും പല സമയങ്ങളിലും റിമി പെട്ടെന്നായിരിക്കും വിളിക്കുന്നത്, നമുക്കൊരു ട്രാവൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. ചിലപ്പോൾ മൂന്നാർക്കായിരിക്കും, ചിലപ്പോൾ വാഗമണ്ണായിരിക്കും, ചിലപ്പം മൂകാംബിക ക്ഷേത്രത്തിലേക്കായിരിക്കും. ഞങ്ങളെല്ലാവരും കൂടി റിങ്കുവും റിമിയും അങ്ങനെ എല്ലാവരും കൂടി നല്ല എൻജോയ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. പോകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമി ഒരിക്കലും മൂഡ് ഓഫ് ആയിട്ടിരിക്കില്ല. റിമി എപ്പോഴും നല്ല പ്ലസൻ്റാണ്. നമ്മൾ ടി വി കാണുന്നത് പോലെ തന്നെ നല്ല പ്ലസൻ്റ് ആയിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ നിർത്തി വെറൈറ്റി ഫുഡുകളൊക്കെ വാങ്ങിക്കാൻ റിമിക്ക് മാത്രമേ അത് അറിയുള്ളൂ. കാരണം റിമി അതെല്ലാം സെർച്ച് ചെയ്ത് വെച്ചിരിക്കും. നമ്മളടുത്ത് സസ്പെൻസ് ആക്കി ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വരുമ്പോഴാണ് റിമി അത് പറയുന്നത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് നല്ല ഫുഡുണ്ട്, നമുക്ക് പോയി കഴിക്കാം. അതുപോലെ റിസോർട്ടുകൾ, എല്ലാ റിസോർട്ടുകളുടെയും ലിസ്റ്റുകൾ റിമിയുടെ കയ്യിലുണ്ട്. അപ്പം റിമിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ കൃഷ്ണപ്രഭയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കോമഡി ആയിരിക്കും. ഫുൾ ടൈം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രഭയുടെ അമ്മയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സുഖമുള്ളൊരു കാര്യമാണ്. ഈ ചില പൊട്ടത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കാറിനകത്തൊരു വലിയൊരു നല്ല രസമായിരിക്കും ആ ട്രാവലിങ്. അവസാനം പേളിയുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പേളി നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണോ എന്നൊക്കെ നമ്മൾ പേടിച്ചു പോകും. അത്ര ഹൈ സ്പീഡിലായിരിക്കും പേളി വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. മമത മോഹൻദാസുമായിട്ട് കുളുമണാലിക്ക് പോയ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തു കൂടിയൊക്കെ കാറിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു പേടി. കാരണം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ സ്റ്റക്കായി കിടക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെന്താ പറയുക, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ ഈ BMW എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന്. സത്യമായിട്ടും അൺഫോർച്ചുനേറ്റ്ലി എടുത്തു പോയതാണ്, നിർഭാഗ്യവശാൽ ഞാൻ എടുത്തു പോയതാണ് BMW. എൻ്റെ ഒരു സുഹൃത്ത് വണ്ടി സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞ് 2 ദിവസം നീ ഓടിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി എന്നല്ല ഒരു വണ്ടിയിലും ഇതുവരെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും ഞാനിരുന്ന് യാത്ര ചെയ്തിട്ടില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തുമില്ല, എനിക്കത് പഠിക്കണമെന്ന് താല്പര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറിലിങ്ങനെ ഫസ്റ്റ് സീറ്റ് ഈ പാസഞ്ചർ സീറ്റിനകത്ത് കിടക്കാം. നമുക്കൊരു ബെഡിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെ മലന്ന് കിടന്ന് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം. അപ്പം കാറിലിരിക്കുന്ന ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ബാക്കി ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ വശങ്ങളെ പറ്റി ഒരു കാറിനെ പറ്റി എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് BMW. പക്ഷേ ഞാനിത് പലപ്പോഴും റീസെയിൽ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടപ്പോഴും ഒക്കെ എൻ്റെ സിസ്റ്റർ ജാൻമണി ദാസ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് ഞാനിത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് പണത്തിൻ്റെ ആർഭാടമോ അഹങ്കാരമോ ഒന്നുമല്ല. ആക്സിഡൻ്റലി ഒരു BM എടുക്കേണ്ടി വന്നു. അതിപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, അത്ര തന്നെ. എക്സ്പീരിയൻസുകളെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ചിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. റിമി ടോമിയുടെ കൂടെ ഞങ്ങളൊരു ഗാനമേളയ്ക്ക് പോവുകയാണ്. ഗാനമേള പ്രോഗ്രാമിന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നെല്ലാം റെഡിയായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയാണോ തൊടുപുഴയാണോ എന്നറിയില്ല, ആ ഭാഗത്ത് എവിടെയാണ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ
റിമിയുടെ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഉൾപ്രദേശങ്ങളിലൂടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ അതിനെന്താ പറയുന്നിടത്തില്ല, മുള്ളുള്ള ചക്ക ഉണ്ടല്ലോ, ചെറിയ ഉണ്ടച്ചക്ക പോലത്തെ, ആ മരത്തിന്മേൽ കുറേ ആമ്പിള്ളേരിരുന്നിട്ട് ആ ചെറിയ ചക്ക പറിക്കുന്നു, പഴുത്ത ചക്ക പറിക്കുന്നു. റിമിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ റിമി അത് എവിടെ കണ്ടാലും അത് വാങ്ങിച്ച് തിന്നുന്ന ആളാണ്. റിമി പെട്ടെന്ന് റിങ്കുവിൻ്റെ അടുത്ത് വണ്ടി നിർത്തും എന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ റിമി അങ്ങനെ ചാടി ഇറങ്ങുക, ആളുകളെടുത്ത് അങ്ങനെ പബ്ലിക്കിൽ പോയി മിങ്കിൾ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് റിമി ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, മോനെ എനിക്കതിൽ നിന്ന് ഒരെണ്ണം താടാന്ന് പറഞ്ഞതും മുകളിലിരുന്ന് കൊണ്ടൊരു ചെക്കൻ അവിടുന്ന് പറിച്ച് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അത് റിമിക്ക് ഭയങ്കര സന്തോഷമായി. റിമി അത് അപ്പം തന്നെ അത് കഴിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ എന്തൊരു ഇഷ്ടത്തോടു കൂടിയാണ് അവളത് ചെയ്തത്. കാരണം അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് റിമിയുടെ കൂടെ പോകുമ്പോഴുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്ത് പോകുമ്പോൾ അവിടെ ഒരു റിസോർട്ടുണ്ട്, ബീച്ചുമായിട്ട് ചേർന്ന് കിടക്കുന്നൊരു റിസോർട്ട്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് റൂം എടുക്കും. ഞങ്ങൾ മൂകാംബികയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും. ഞങ്ങളെല്ലാവരും കൂടി നല്ല ബീച്ചിലൊക്കെ പോയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്ക് റിമിയുടെ കൂടെയുള്ള ട്രാവലിംഗ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിലേബി ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനും രമ്യ നമ്പീശനും കൂടി കൊടൈക്കനാലാണോ ഊട്ടിയാണോ പോവുകയാണ്. പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾ ഇവിടുന്ന് ഒരു 2:30-3 മണിയായപ്പോൾ തിരിച്ചതാണ്. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വർക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വരുന്നത്. അപ്പം രമ്യ എറണാകുളത്തുനിന്ന് വണ്ടിയിൽ പുറപ്പെട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാലക്കാട് വഴി രമ്യ വന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ ഒരുപാട് ലേറ്റായി. ഞാനും രമ്യയും അസിസ്റ്റൻറ്റും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ കാട്ടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്കും രമ്യയ്ക്കും ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ രമ്യനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രമ്യനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മളിനി എന്ത് ചെയ്യും, ആന ഇറങ്ങും, പുലി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫണ്ണി മൂമെൻറ്റ്സ് ആക്കി അവളെ ആ പേടിയിൽ നിന്ന് ഒഴിവാക്കി. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റിമിയുടെ കൂടെയും ഓസ്ട്രേലിയൻ ട്രിപ്പ്, പിന്നെ റിമി ടോമിയുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇനിയും ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷേ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അല്ലെങ്കിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്കിങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാനോ അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ റിമിയുടെ കൂടെ കൂടുമ്പം നമ്മൾ അറിയാണ്ട് അതിലങ്ങ് എൻജോയ്മെൻറ്റ് കണ്ടെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിമി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളവിടെ പോകുമ്പം അത് കണ്ടു, ഇവിടെ പോകുമ്പോൾ ഇവിടെ അത് കണ്ടു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൂടെ ഒരു ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് ട്രാവലിങ് നമ്മളിഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാക്കും. പക്ഷേ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടീനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരു കൂട്ടരുണ്ട്. അത് എത്രത്തോളം ശരിയാണോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മളെ കണ്ടതുകൊണ്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും. ഇപ്പോൾ ആസ് എ ട്രാൻസ്പേഴ്സൺ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ എൻ്റെ വണ്ടിക്ക് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. അത് എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ മാക്സിമം ഗ്ലാസ് താഴ്ത്താതെ തന്നെ വണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കയറി ക്രോസ് ചെയ്തൊക്കെ ഒരു ബൈക്ക് ഓടിക്കാറുണ്ട്. ചിലപ്പോൾ കാറ് കൊണ്ടുവന്ന് നമ്മളെ ഇടിക്കുന്നത് പോലുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻറ്റുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും അപരിചിതരായിട്ടുള്ള ആരെങ്കിലും തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തരുത്.
അതുപോലെ ചൈൽഡ് ലോക്ക് ഇട്ട് വെക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. ഇനിയൊരു കാർ എടുക്കുന്നില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് നല്ല നല്ല കാറുകൾ ഇറങ്ങുന്നുണ്ട്, കാറുകൾ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഞാനും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് അങ്ങനെ നമുക്ക് വലിയ കാറുകളൊക്കെ, ഒരുപാട് കാറുകൾ എന്തിനാണ്? അത്യാവശ്യത്തിന് നമുക്ക് പോകാനും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോകാനും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കാറുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും ഒരു ഡ്രീം കാർ ഉണ്ടാകുമല്ലോ. ആ ഡ്രീം കാർ എനിക്ക് ജാഗ്വർ തന്നെയാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം റേഞ്ച് റോവറൊക്കെ കാണുമ്പോൾ, പലരുടെയും ആർട്ടിസ്റ്റുകളുടെയൊക്കെ വണ്ടികൾ കാണുമ്പോൾ ഒരു കൊതി തോന്നാറുണ്ട്, നല്ല വണ്ടി കാണാൻ. പക്ഷേ അപ്പം തന്നെ ഞാൻ ആ ഒരു മൈൻഡ് മാറ്റുകയും ചെയ്യും കേട്ടോ. ആ മൈൻഡ് സെറ്റ് ഞാൻ പെട്ടെന്ന് മാറ്റും. കാരണം എന്തിനാണ് ആവശ്യമില്ലാതെ പൈസ സ്പെൻഡ് ചെയ്യുന്നത്? വെറുതെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ പുറകെ ടെൻഷൻ അടിച്ച് പോകേണ്ടതായിട്ട് വരില്ലേ എന്നൊക്കെ ചിന്തിക്കും. എന്നാലും നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ചില കാറുകൾ, നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ഇനിയൊരു കാർ എടുക്കുന്നു എങ്കിൽ ജാഗ്വർ എന്നുള്ളൊരു ചിന്ത മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം എനിക്ക് റേഞ്ച് റോവർ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അതിൻ്റെ സ്പേഷ്യസ് ഒക്കെ കാണുമ്പോൾ നല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണത്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് വരുന്നില്ല. നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അതായത് നമുക്ക് അധികം കുലുങ്ങാതെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണെന്ന് തോന്നുന്നു റേഞ്ച് റോവർ. ഞാൻ 1-2 പ്രാവശ്യമേ അതിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഇതെല്ലാം, ഈ കാറുകളെല്ലാം കൊടുത്ത് ഞാനൊരു കാർ എടുക്കുന്നുണ്ടെങ്കിൽ റേഞ്ച് റോവർ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിലും അത് എപ്പോഴെങ്കിലും, ഇപ്പോഴല്ല, ഒരു 2025 ആകുമ്പോഴത്തേക്ക് വില കുറയുമല്ലോ, കുറേ വില കുറയുമല്ലോ, അപ്പം നമുക്കതെടുക്കാം. നമ്മളിപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ കിട്ടുന്ന കുറച്ച് പരിഗണനകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതും ഞാൻ റിമി ടോമിയുടെ കൂടെ പോകുമ്പോഴാണ് ഞാനത് അനുഭവിച്ചിരിക്കുന്നത്. കാരണം കോഴിക്കോടൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് ഹൈവേയിൽ വെച്ചിട്ട് റിമിയുടെ പജോറയുടെ ബാക്കിൽ വന്നിട്ടൊരു വണ്ടി ഇടിച്ച് നിന്ന്. അപ്പം നമ്മൾ വണ്ടി അവിടെ സ്റ്റോപ്പാക്കി, ഭയങ്കര ആളൊക്കെ കൂടി. പജറ ആയതുകൊണ്ട് വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ പുറകെ വന്ന വണ്ടിയുടെ ഫ്രണ്ട് കംപ്ലൈൻ്റൊക്കെ ആയി. അങ്ങനെ ആൾ കൂടി വന്നിട്ട് നമ്മളെ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ റിമിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. റിമി സെൻറ്റർ സീറ്റിലിരിക്കുകയാണ്. സാധാരണ ഫ്രണ്ടിലാണ് റിമി ഇരിക്കാറ്. അന്ന് റിമി ഇരിക്കുന്ന സെൻറ്റർ സീറ്റിലായിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് ഫ്രണ്ടിലേക്കൊക്കെ നോക്കി അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പോയി. പെട്ടെന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ റിമിയാണ് ഇരിക്കുന്നത്. അപ്പോൾ റിമീനെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും പെട്ടെന്ന് അങ്ങ് കൂളായിട്ട് എന്താ ചേച്ചി വിഷമം, എന്താണ് വിഷമിക്കേണ്ട കാര്യമില്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഒരു വലിയൊരു പ്രശ്നമാകേണ്ടിയിരുന്ന ഒരു വലിയ പ്രശ്നം അതങ്ങ് സോൾവ് ആക്കി വിട്ടു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചോ, സെലിബ്രിറ്റി ആയതിൻ്റെ ഒരു ഗുണം അത് അവൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. കാരണം ഓരോ സ്റ്റേജുകളിലും അവൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് അവിടെ നിന്നുണ്ടായത്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ചില ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയും ഫോട്ടോ എടുക്കുകയും അവരെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴും ഈ ആർട്ടിസ്റ്റ് ആണെന്ന് കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് നമ്മുടെ കാറിൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്ലോ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിരുന്ന് ചിരിക്കും. ഞാൻ റിമിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ടല്ല, ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടാണ് അവർ വരുന്നത്.
അപ്പം നമ്മളിങ്ങനെ ചിരിക്കുകയോ അപ്പം അവരിങ്ങനെ ചിരിക്കുമ്പോൾ ഞാൻ പറയും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമ്മുടെ പുറകെ വരുന്നത്, ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു സെൽഫിക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഒരു കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ വന്നിട്ട് ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാറിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫണ്ണി മൂമെൻറ്റ്സുകളും ഒക്കെ ഉണ്ട് നമ്മുടെ സെലിബ്രിറ്റികളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ എന്താ പറയുക, കൂടുതലും അവരുമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത് എനിക്ക് വർക്കുണ്ട്, അതിനുശേഷം പിന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്നുള്ളതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും വർക്കിന് തന്നെയാണ്. മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് ട്രാവലിങ് ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കൊല്ലത്ത് പോകുന്നത് മിക്കപ്പോഴും മറ്റുള്ള കാറുകളിലൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ BM-ൽ അധികം ഞാൻ കൊല്ലത്ത് പോയിട്ടില്ല, കൊല്ലത്ത് വീട്ടിൽ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. പോയി പെട്ടെന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അമ്മ എൻ്റെ ഈ BMW-ൽ യാത്ര ചെയ്തിട്ടില്ല. എനിക്കിനി ഒരു ആഗ്രഹമുണ്ട്, ഒരു ദിവസം BM കൊണ്ടുപോയിട്ട് അമ്മയായിട്ട് കൊല്ലത്ത് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് രഞ്ജു ഡ്രൈവിംഗ് പഠിക്കാത്തത് എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ ഈ സീറ്റിലിരിക്കുന്നത്, ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. ഞാൻ ഇന്നേ വരെ ഒരു സെൽഫി എടുക്കാൻ പോലും ഡ്രൈവിംഗ് സീറ്റ് ഞാൻ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് എന്തോ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല. ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. SM കൃഷ്ണപ്രഭയുടെ കൂടെയും റിമിയുടെ കൂടെയൊക്കെ ഫെളിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തന്നെ അന്തിച്ചു പോകും, എന്ത് രസമായിട്ടാണ് ഓടിക്കുന്നത്. ഒരിക്കൽ ഞാനും റിമിയും കൂടി റിങ്കും ഒക്കെ ആയിട്ട് ഊട്ടിയിൽ പോയി. ഒരു ദിവസം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഊട്ടിയിൽ പോയി. ഊട്ടി പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് അവിനാശി റോഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് കിടക്കുന്ന റോഡാണ്. ആ റോഡിൽ വന്നപ്പോൾ റിമി പറഞ്ഞു, റിമി അങ്ങനെ ഡ്രൈവിങ് അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് ഓടിച്ച് തുടങ്ങിയിട്ടില്ല, എന്നിട്ടും അവൾ വണ്ടി എടുത്തു കുറേ ദൂരം, എനിക്ക് തോന്നുന്നു ഒരു കോയമ്പത്തൂർ വരെയൊക്കെ അവൾ വണ്ടി ഓടിച്ചു വന്നു. എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം തോന്നി, ഇവളിത്ര കോൺഫിഡൻറ്റോടുകൂടി ഓടിക്കുന്നു, അപ്പോൾ എനിക്കും ഓടിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ആഗ്രഹം അപ്പം തന്നെ അങ്ങ് അസ്തമിച്ചു എന്ന് വേണം പറയേണ്ടത്. കാരണം എനിക്കെന്തോ ഡ്രൈവിംഗ് ചെയ്യുന്നതിനോടൊട്ടും അങ്ങനെ വലിയ താല്പര്യമില്ല.